ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഈദ് മുബാറക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പെരുന്നാൾ തലേന്നത്തെ കുറച്ച് വിശേഷങ്ങളും പിന്നെ പുഡിംഗ് റെസിപ്പിയും നമ്മൾ പെരുന്നാൾ എങ്ങനെ ഈ കൊറോണ കാലത്ത് ആഘോഷിച്ചു എന്നുള്ള കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നിട്ടുള്ളത്. നോമ്പൊക്കെ തുറന്ന് തെക്കുബീറൊക്കെ ചെല്ലലൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികൾ റെഡി ആയിട്ട് നിൽക്കുകയാണ് പടക്കം പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. ആർക്കും പുതിയ ഡ്രസ്സുകളൊന്നും എടുത്തിട്ടില്ല, കാരണം നമ്മൾ ലോക്ക്ഡൗൺ ആണ്. അപ്പോൾ അതുകൊണ്ട് ആർക്കും ഡ്രസ്സൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ പടക്കമൊക്കെ പൊട്ടിച്ച് ചെറുതായിട്ടൊന്ന് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് മഞ്ചേരിയിൽ അങ്ങനെ പടക്കത്തിൻ്റെ കടകളൊന്നും ഓപ്പൺ ആക്കിയിട്ടില്ല കേട്ടോ. പിന്നെ ഇവിടുത്തെ അമ്മായിയാക്കൊക്കെ പടക്കത്തിൻ്റെ കട ആയതുകൊണ്ട് നമ്മൾ വീട്ടിൽ കുറച്ച് കൊണ്ടുവന്ന് വെച്ച പടക്കങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ കേട്ടോ ചെയ്തിട്ടുള്ളത്. എവിടെ അങ്ങോട്ടേ എവിടേക്കും പോകാനൊന്നും പറ്റൂലല്ലോ. അപ്പോൾ കുട്ടികൾക്ക് നല്ല സന്തോഷമൊക്കെ വേണ്ടേന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ പടക്കമൊക്കെ വാങ്ങി ഞങ്ങൾ പൊട്ടിക്കണത്. അങ്ങനെ പടക്കം പൊട്ടിക്കലൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാം. നല്ല പഴുത്ത നല്ല മധുരമുള്ള മാങ്ങ തൊലി കളഞ്ഞിട്ട് ഒരു 3 ഞാൻ കട്ട് ചെയ്ത് മിക്സിയിൽ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം. കട്ടയില്ലാതെ നന്നായിട്ട് തന്നെ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം 500 ml ഒരു പാക്കറ്റ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ചെറു ചൂടിൽ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചൂടായ പാലിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മൾ കസ്റ്റാർഡ് പൗഡർ 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നമ്മളെ പാലിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് കട്ടയില്ലാതെ മിക്സ് ആക്കി എടുക്കണം. തുടർച്ചയായിട്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏകദേശം ഇപ്പം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി തീ ഓഫാക്കാം. ഒരല്പം ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ പുഡിങ് സെറ്റാക്കുന്നത്. പുഡിങ് സെറ്റാക്കുന്ന പാത്രത്തിൽ ഒരല്പം നെയ്യ് തേച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പാലിൽ ആറാറോട്ടിൻ്റെ ബിസ്ക്കറ്റ് മുക്കിയിട്ട് ഒരു ലെയർ ഞാൻ അങ്ങനെയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ബിസ്ക്കറ്റൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ മാറ്റി വെച്ച് നമ്മൾ കസ്റ്റാർഡ് അതിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ബിസ്ക്കറ്റ് മുങ്ങുന്നത് വരെയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇടയ്ക്ക് കടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അണ്ടിപ്പരിപ്പ് കാരമൽ ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ച മാങ്ങ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ബിസ്ക്കറ്റ് പാലിൽ മുക്കിയിട്ട് വീണ്ടും വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും നമ്മൾ കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും ഞാൻ പ്രളയം ഇട്ട് കൊടുത്തു. അത് ഏകദേശം സെറ്റായിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നേരെ നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം.
പുഡിങ്ങൊക്കെ സെറ്റാക്കി പിന്നെ ഞാൻ കിടന്നിക്കാണ് കേട്ടോ. പിന്നെ രാവിലെ ഒരു 4 മണിക്കാണ് എണീക്കുന്നത്. കാരണം 8 മണിക്ക് നിസ്കാരമാണ്. അപ്പോൾ ആ നേരം കൊണ്ട് നമ്മൾ ഭക്ഷണമൊക്കെ റെഡി ആവണം. നമ്മൾ കുട്ടികളെ കുളിയും നമ്മളെ കുളിയൊക്കെ കഴിയണ്ടേ. അപ്പോൾ പെട്ടെന്ന് തന്നെ രാവിലെ എണീറ്റിട്ട് നമ്മൾ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പെരുന്നാളായാലും രാവിലെ പണികളൊക്കെ കഴിച്ചിട്ട് നിസ്കരിക്കാൻ പോവുക, അതൊക്കെ ഒരു രസമായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ കൊറോണ ആയിട്ട് 2-3 പ്രാവശ്യമായിട്ട് പെരുന്നാൾക്ക് നമുക്ക് നിസ്കരിക്കാനൊന്നും പോകാൻ പറ്റിയിട്ടില്ല. ബീഫ് ബിരിയാണിയും ചിക്കൻ പൊരിച്ചതുമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ തലേ ദിവസം ബീഫ് വേവിച്ചിരുന്നു. ഇപ്പോൾ അതിൻ്റെ മസാലയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. മസാല ഞാൻ റെഡിയാക്കുന്ന സമയത്ത് ജില്ലൊരു ഭാഗത്ത് കട്ലേറ്റ് പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് രാവിലേക്ക് ചായക്കുള്ളതാണ്. പെരുന്നാൾക്ക് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ജില്ല രാവിലെ തന്നെ എണീറ്റ് എല്ലാത്തിനും ഹെൽപ്പ് ചെയ്ത് തരും കേട്ടോ. ഇപ്രാവശ്യം ഭക്ഷണം ഉണ്ടാക്കലൊക്കെ കുറവാണ് കേട്ടോ. കാരണം ആരും വരാനും ഇല്ല, അങ്ങോട്ട് പോകാനും നമുക്ക് പറ്റൂലല്ലോ. അപ്പോൾ ആ ഒരു ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്നത്. നാത്തൂമാർ, അമ്മായികൾ, പിന്നെ പേരക്കുട്ടികൾ, അങ്ങനെ ഒരുപാട് ആൾക്കാർ വരാനും പോകാനൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. കാരണം തറവാട് ഇവിടെ അടുത്താണ്. അപ്പോൾ പിന്നെ അങ്ങനെ ഒരുപാട് ആൾക്കാർ വരാനൊക്കെ ഉണ്ടാവലുണ്ട്. പക്ഷെ ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകാൻ പറ്റില്ലല്ലോ. പിന്നെ എല്ലാവരും വന്നാൽ പെരുന്നാൾ പൈസ കൊടുക്കുക, അതൊക്കെ ഒരു രസമായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്രാവശ്യം ഈ 2 പെരുന്നാളിനും, ഇപ്രാവശ്യം എന്നല്ല കഴിഞ്ഞ പെരുന്നാൾക്കും നമുക്ക് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്കൊരു പെരുന്നാൾ നല്ലൊരു രസമാണല്ലോ. സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബിരിയാണിയൊക്കെ ദമ്മായിട്ടുണ്ട് കേട്ടോ. ഇനി ചിക്കൻ പൊരിക്കട്ടെ. ജംഷാക്കാൻ്റെയും ആപ്പാൻ്റെയും പൈസയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്കും അതേപോലെ തന്നെ എൻ്റെ വീട്ടിലേക്കൊന്നും പോകാൻ പറ്റിയിട്ടില്ല. ഇവിടെ അടുത്ത് തന്നെയാണ്, മുള്ളമ്പാറ തന്നെയാണ്. അപ്പോൾ എന്നാലും എനിക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല കേട്ടോ. പിന്നെ പെരുന്നാൾക്ക് പൊതുവേ നാത്തുമാരൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്നെ വീട്ടിലേക്ക് പോവാറാണ് കേട്ടോ. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടാണ് വരാറ്. ഇപ്രാവശ്യം ഇപ്പം അതിനൊന്നും പറ്റിയിട്ടില്ല. പിന്നെ എന്നാലും പെരുന്നാളാവുമ്പോൾ ഉമ്മാനിപ്പാനൊക്കെ ഒന്ന് കണ്ടുവരുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ. അതിനൊന്നും പറ്റാത്തതുകൊണ്ടൊരു വിഷമം അങ്ങനെ ഉണ്ട്. പിന്നെ എല്ലാവർക്കും അങ്ങനെ വീഡിയോ കോളൊക്കെ ചെയ്ത് എല്ലാവരും വീഡിയോയിൽ കണ്ടപ്പോൾ പിന്നെ ഒരുപാട് സമാധാനമായിട്ടോ. നമ്മളെ പുഡിങ് അടിപൊളിയായിട്ട് തന്നെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുള്ളൂ. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കൊണ്ടിട്ടോ. അങ്ങനെ 7 മണിയായപ്പോഴത്തേന് ഭക്ഷണങ്ങളൊക്കെ റെഡി ആയിട്ടോ. പിന്നെ 8 മണിക്കാണ് ആപ്പ നിസ്കരിക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ആപ്പാൻ്റെ വീട്ടിലാണ് നിസ്കരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറേ ദിവസമൊക്കെ ചെയ്തപ്പോൾ പായസമൊക്കെ കുടിക്കുകയാണ് കേട്ടോ. ആമാൻ്റെ പായസം നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഞാനതിങ്ങനെ വീഡിയോ എടുത്താണ് ഇങ്ങനെ നോക്കുകയാണ്, എന്താ അപ്പോൾ ഇതിൽ ഇത്ര ടേസ്റ്റ് വരാൻ കാരണം എന്നിങ്ങനെ നോക്കുകയാണ് കേട്ടോ. എവിടേക്ക് പോകാനും ആർക്കും ഇങ്ങോട്ട് വരാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് പെരുന്നാളാകുമ്പോൾ എന്തെങ്കിലും ഒരു സന്തോഷം വേണ്ടേ. അപ്പോൾ ഭക്ഷണം എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുക, അമ്മായിൻ്റെ ഫ്ലാറ്റിൻ്റെ ടെറസിൻ്റെ മുകളിൽ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഭക്ഷണം അങ്ങോട്ടൊക്കെ കൊണ്ടുപോയിട്ടാണ് കേട്ടോ കഴിക്കാൻ നിൽക്കുന്നത്. ആപ്പാനെ കാത്തിരുന്ന് ഒരു 10-11 മണി ആയിക്കണം കേട്ടോ. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ആപ്പാക്ക് CS സെൻറ്ററിൽ ഭക്ഷണം കൊടുക്കാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്. ഭക്ഷണങ്ങളൊക്കെ ഏകദേശം ടെറസിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. ഇനി ആമാൻ്റെ ഭക്ഷണം, മീനുവിൻ്റെ ഭക്ഷണമൊക്കെയാണ് കൊണ്ടുവരാനുള്ളത്. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ. പിന്നെ വീഡിയോയിൽ എല്ലാവരും ഉൾപ്പെടുത്തണോണ്ട് വലിയ താല്പര്യമില്ല കേട്ടോ. അതാണ് എല്ലാവരും ഞാൻ അതിൽ ഉൾപ്പെടുത്താത്തത്. ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല മഴ കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് അവിടെ ഇങ്ങനെ ഇരുന്ന് കുറേ നേരം സംസാരിച്ചിട്ടൊക്കെയാണ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നിട്ടുള്ളത്.
മഴയൊക്കെ ചോർന്നപ്പോൾ പിന്നെ എല്ലാവരും വീട്ടിലേക്ക് പോന്നു. അപ്പം ഇനി കേക്കും പുഡിങ്ങൊക്കെ കട്ട് ചെയ്യാണ്ടല്ലോ പറഞ്ഞിട്ട് എല്ലാവരും അവിടെ സിറ്റൗട്ടിൽ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ 21 ആൾക്കാരാണ്. അപ്പോൾ അത് പറഞ്ഞാണ്ട് ജില്ല അതിങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. കേക്ക് ഇളനീൻ കേക്കായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പുഡിങ്ങും അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളെ ലോക്ക്ഡൗൺ കാലത്തെ പെരുന്നാളിൻ്റെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക.